പക്ഷേ മരണമെല്ലാം അവസാനിപ്പിക്കുന്നില്ല. ഖബറിൽ അടക്കം ചെയ്യപ്പെട്ട നിമിഷം മുതൽ യഥാർത്ഥ ചോദ്യം തുടങ്ങുകയാണ്. അവിടെ 2 മലക്കുകൾ നിങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടും. അവരുടെ സാന്നിധ്യം തന്നെ ഭയപ്പെടുത്തുന്നതായിരിക്കും. അവർ ചോദിക്കും, നിന്റെ റബ്ബാരാണ്? നിന്റെ ദീനേതാണ്? നിങ്ങളിലേക്ക് അയക്കപ്പെട്ട ഈ വ്യക്തി ആരാണ്? അത് കേൾക്കുന്ന നിമിഷം ലോകത്ത് നിങ്ങൾ വിശ്വസിച്ചതെല്ലാം, നിങ്ങൾ ജീവിച്ച ജീവിതം മുഴുവൻ, നിങ്ങളുടെ ഹൃദയം യഥാർത്ഥത്തിൽ എന്തിന് വിശ്വസിച്ചിരുന്നതെന്ന് അവിടെ വെളിപ്പെടും. ഒരു വിശ്വാസിയാണെങ്കിൽ അള്ളാഹു അവനെ ആ ഉത്തരത്തിൽ ഉറപ്പിച്ചു നിർത്തും. അവൻ പറയും, എൻ്റെ റബ്ബ് അള്ളാഹുവാണ്, എൻ്റെ ദീൻ ഇസ്ലാമാണ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്നാണ് എൻ്റെ നബി. പക്ഷേ കപട വിശ്വാസിയാണെങ്കിൽ, അല്ലെങ്കിൽ സത്യനിഷേധിയായിരുന്നെങ്കിൽ അവൻ വിറച്ചുകൊണ്ട് പറയും, ലാ അദിരി ലാ അദിരി ലാ അദിരി, എനിക്കറിയില്ല എനിക്കറിയില്ല എനിക്കറിയില്ല. മറ്റുള്ളവർ പറയുന്നത് ഞാൻ കേട്ടു, അതുതന്നെ ഞാൻ പറഞ്ഞു. അപ്പോൾ അവൻ്റെ മുന്നിൽ മറ്റൊരു ലോകം തുറക്കപ്പെടും. അള്ളാഹു പറയുന്നു, അവരുടെ പിന്നിൽ അവർ പുനരുദ്ധാന ദിനത്തിൽ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന ദിവസം വരെ ഒരു ബർസഖ് ഉണ്ടായിരിക്കും. സൂറത്തുൽ മുഅ്മിനൂനിൽ കാണാം. അതിനുശേഷം ഖബർ അവൻ്റെ മേൽ അടുക്കെ തുടങ്ങും. പതുക്കെ പതുക്കെ അവൻ്റെ വാരിയെല്ലുകൾ പരസ്പരം തകർന്നു മുറിയുന്നത്ര ഖബർ അവനെ ഞെരിക്കും. അവൻ രക്ഷപ്പെടാൻ ശ്രമിക്കും. പക്ഷേ എവിടേക്കാണ് ഓടുക? അവിടെ നിന്ന് രക്ഷപ്പെടാൻ വഴിയില്ല. അപ്പോൾ നരകത്തിലേക്കുള്ള ഒരു വാതിൽ അവന് വേണ്ടി തുറക്കപ്പെടും. നരകത്തിൻ്റെ ചൂട്, അതിൻ്റെ ദഹിപ്പിക്കുന്ന കാറ്റ് അവൻ്റെ ഖബറിലേക്ക് എത്തിത്തുടങ്ങും. അവനോട് പറയും, അള്ളാഹു നിന്നെ പുനരുദ്ധാന ദിനത്തിൽ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത് വരെ ഇതാണ് നിന്റെ ഇരിപ്പിടം. പക്ഷേ അതോടെ ഭയം അവസാനിക്കുന്നില്ല. അവൻ്റെ പ്രവർത്തികൾ അവൻ്റെ മുന്നിലേക്ക് വരും. പക്ഷേ ഇത്തവണ ഒരു മനുഷ്യൻ്റെ രൂപത്തിലല്ല, ഒരു ഭീകരമായ രൂപത്തിൽ. വെറുപ്പുളവാക്കുന്ന മുഖം, ദുർഗന്ധം നിറഞ്ഞ ശരീരം, ഭയപ്പെടുത്തുന്ന സാന്നിധ്യം. അത് അവനോട് പറയും, ഞാനാണ് നിന്റെ ദുഷ്പ്രവർത്തികൾ. അപ്പോൾ അവൻ ആഗ്രഹിക്കും, അന്ത്യദിനം ഒരിക്കലും വരാതിരുന്നെങ്കിൽ. പക്ഷേ അത് വരും, തീർച്ചയായും വരും. അന്ന് നമ്മുടെ വാക്കുകൾ നമ്മെ രക്ഷിക്കില്ല, നമ്മുടെ രൂപം നമ്മെ രക്ഷിക്കില്ല, നമ്മുടെ സമ്പത്ത് നമ്മെ രക്ഷിക്കില്ല. നമ്മുടെ പ്രവൃത്തികൾ മാത്രം നമ്മോടൊപ്പം ഖബറിലേക്ക് വരും. അതിനാൽ ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് സ്വയം ചോദിക്കൂ, ഞാൻ ഖബറിൽ ചോദിക്കപ്പെടുന്ന ആ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ തയ്യാറാണോ? കാരണം ഖബറിൽ ചോദ്യം ചോദിക്കുമ്പോൾ പഠിച്ചെടുത്ത വാക്കുകൾ ഓർമ്മയിൽ നിന്ന് വായിക്കാൻ കഴിയില്ല. അവിടെ നിങ്ങളുടെ ജീവിതം തന്നെയാണ്